ഹലോ, അപ്പം ഇന്നൊരു ചേനപ്പൂ ഉണ്ടായിട്ടുണ്ട് കേട്ടോ പറമ്പിൽ. അപ്പോൾ നമുക്കിന്നത് പറിച്ചെടുത്ത് തോരനുണ്ടാക്കാം. ഇതാണ് ചേനപ്പൂവ്. അതിൻ്റെ ഉള്ളിലൊരു പൂവുണ്ട്, പുറത്തൊരാവരണം. നമുക്കിതൊന്ന് കഴുകിയെടുത്തിട്ട് അരിഞ്ഞെടുക്കാം. ഇതിൻ്റെ എല്ലാ ഭാഗവും എടുക്കാം കേട്ടോ, കളയാനൊന്നുമില്ല. ഉള്ളിലുള്ള ഈ പൂവ് കൊടുക്കുക, പുറത്തെ ഈ തോട് കൊടുക്കുക, പുറം തോട്. നല്ല ഭംഗിയുള്ളൊരു പൂവാണ്. ഇതാണെങ്കിൽ ഒരു പെയിൻറ്റിങ് പോലെ ഉണ്ട്, നല്ല ഭംഗിയായിട്ടുള്ള പൂവിൻ്റെ മോഡൽ. ചേനപ്പൂവ് അപൂർവമായിട്ട് ഉണ്ടാവുകയുള്ളൂ. ഇതിപ്പോൾ കഴിഞ്ഞ വർഷം പറിക്കാതെ കിടന്നിരുന്ന ചേനയാണ്, അതുകൊണ്ടാണ് ഒന്ന് ഉണ്ടായിട്ടുള്ളത്. ഒന്ന് കട്ട് ചെയ്താൽ പക്ഷെ ഇതിന് ഒരുവിധം മൂപ്പായിട്ടുണ്ടെങ്കിൽ അതങ്ങോട്ട് പൊട്ടും. അപ്പോൾ പിന്നെ ഒരു ചീത്ത സ്മെല്ലാണ്. നേരത്തെ തന്നെ പറിച്ചെടുക്കണം. ഒരു 4 ദിവസമൊക്കെ ഇതിനൊരു ആയുസുള്ളൂ. അപ്പോൾ തന്നെ അത് പറിച്ചെടുക്കും. നമ്മൾ കണ്ടുപിടിച്ചിട്ട് 10 ദിവസം കഴിഞ്ഞിട്ട് പറിച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് മേലത്തെ ഈ പാട പോലത്തെ അതങ്ങ് പൊട്ടും. പിന്നെ ഒരു ചീത്ത സ്മെല്ലാണ്. പിന്നെ നമുക്കത് ഉപയോഗിക്കാനൊന്നും പറ്റില്ല. ചേനപ്പൂ കൊണ്ട് മസാലക്കറി ഉണ്ടാക്കാം കേട്ടോ, കറി ഉണ്ടാക്കാം. പിന്നെ പരിപ്പിട്ടിട്ട് വയ്ക്കാം, പല തരത്തിലും വയ്ക്കാം. നമുക്കൊന്ന് ഒരു തോരനുണ്ടാക്കാം. എവിടെയെങ്കിലും നോക്കാൻ അപ്പോൾ വേണ്ടി നോക്കും. അധികം ആൾക്കാർ ഒറ്റയ്ക്ക് വണ്ടിയിട്ട് ഓടിച്ച് വരുന്നുണ്ട്. പക്ഷെ എന്നിട്ട് ഇപ്പോൾ ഈ എണ്ണത്തിൻ്റെ പണി ഇതിൻ്റെ പല ഭാഗങ്ങളും പല പോലെയാണ് കഷ്ണങ്ങൾ. ഇതിൻ്റെ തണ്ട് ഭാഗമാണിത്. അടിയിൽ കുറച്ച് പൂക്കളൊക്കെ ആയിട്ട് ഭംഗിയിൽ ഉള്ളൊരു പൂവാണ് ചേനപ്പൂ. അരിഞ്ഞിട്ടുള്ള ചേനപ്പൂവാണ് ഇത്ര കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ എടുത്ത് വയ്ക്കാം. ഒരു സവാള അരിഞ്ഞിട്ടുണ്ട്, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, ചുവന്ന മുളക്, കുറച്ച് ഉഴുന്നുപരിപ്പ്. നമുക്ക് പാൻ അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞാൽ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം കേട്ടോ. ആദ്യം ഉണക്കമുളക് ഇട്ട് കൊടുക്കാം.
ഇനി ഉഴുന്ന് പരിപ്പിട്ട് കൊടുക്കാം. അതൊന്ന് പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. സവാള ഒരു 1.5 സവാള ഞാൻ എടുത്തിരിക്കണം കേട്ടോ. ഏതാണ്ട് മൂത്ത് വരുമ്പോൾ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. നന്നായി മൂത്ത് വരുമ്പോൾ തേങ്ങ ഇട്ട് കൊടുക്കാം. കുറച്ച് തേങ്ങ ഒരു അരമുറി എടുത്തിട്ടില്ല, അത്രയും തേങ്ങ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് മൂത്ത് കഴിഞ്ഞാൽ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. മുളക് പൊടിയൊന്നും ഞാൻ ഇടുന്നില്ല കേട്ടോ. പച്ചമുളകിൻ്റെ എരിവ് തന്നെ ഉണ്ടാവും, അത് മതി. നമുക്കിനി ചേനപ്പൂവ് അരിഞ്ഞ് വെച്ചതും കൂടി ചേർക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി നമുക്കിത് ആവിയിൽ വേവിച്ചെടുക്കാം. ഇനി വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല, അതിൽ വെള്ളം ഉണ്ടാവും. ഒന്ന് അടച്ച് വയ്ക്കാം. ഏതാണ്ട് വേവായിരിക്കും. ചേനപ്പൂവ് ആർക്കെങ്കിലും കിട്ടുകയാണെന്ന് ഇതേപോലെ തന്നെ തോരനുണ്ടാക്കി നോക്കണം. ഇതൊന്നും കൂടി മൂടി വയ്ക്കാം. ചേനപ്പൂവിൻ്റെ തോരൻ റെഡി ആയിട്ടുണ്ട്.